ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 44, 45, 51 വാക്യങ്ങൾ. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. 51-ാം വാക്യം. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തമ്പുരാൻ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യരുടെ അജ്ഞതയുടെ അഗാധത വെളിപ്പെടുത്തുന്ന രംഗമാണിത്. യാക്കോബും യോഹന്നാനും ഉന്നയിച്ച ആവശ്യത്തിന് നമ്മുടെ കർത്താവ് 3 ഉത്തരങ്ങളാണ് നൽകുന്നത്. 1, സ്വർഗരാജ്യത്തിലെ ഒരു സ്ഥലത്തിന് വലിയ വിലയായി സഹനം ആവശ്യപ്പെടുന്നു. വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സീറ്റ് വിഭജനം നടത്തുക പുത്രൻ്റെ അവകാശമല്ല. യേശുവിൻ്റെ സഭയിൽ നേതൃത്വം എന്നത് ശുശ്രൂഷയാണ്. ഈ 3 ചിന്തകൾ കർത്താവേശു മിശിഹ ഉത്തരമായി അവരുടെ ചോദ്യങ്ങൾക്ക് നൽകുകയാണ്. ലോക ചരിത്രത്തിൽ കസേരയ്ക്കുള്ള പിടിവലി വളരെ വ്യക്തമായി ഇന്നും എപ്പോഴും കാണാം. ഈ കലഹങ്ങളിലും യുദ്ധങ്ങളിലും ദൈവത്തിന് പങ്കില്ലെന്ന വസ്തുത ആളുകൾ വിസ്മരിക്കുന്നു. ഏതോ വലിയ ദൈവിക കാര്യം നിറവേറ്റുന്ന മേനിയോടുകൂടെയാണ് ഓരോരുത്തരും വാശി പിടിക്കുന്നത്. ഇല്ല, ഇതിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. സ്വർഗീയ സിംഹാസനം ഉപേക്ഷിച്ച് ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി വന്ന ദൈവത്തെ ആരാധിക്കുവാൻ എന്തിന് വഴക്കുകൂടണം? ദൈവിക മഹത്വം എന്ന് പറയുന്നത് ശുശ്രൂഷകളിലാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞത് എത്രയോ ശരിയാണ്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്കില്ലൊരു ലോകം. വരാനിരിക്കുന്ന രാജ്യത്തിലെ ഇരിപ്പിടത്തെ ചൊല്ലിയാണ് ആവശ്യം ഉന്നയിക്കുന്നത്. ശിശുവിനെ പോലെ ദൈവരാജ്യം ദാനമായി സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത കർത്താവിൻ്റെ പക്കൽ ബാലിശമായി അവർ ദൈവരാജ്യം അവകാശമെന്ന പോലെ ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ വലത്തുഭാഗത്തും ഇടതുഭാഗത്തും കിടന്നത് 2 കള്ളന്മാരാണ്. കർത്താവിൻ്റെ മഹത്വം കുരിശിലും സഹനത്തിലുമാണ്. ഈ പശ്ചാത്തലത്തിൽ ഇവ രണ്ടും സഹനത്തെ സൂചിപ്പിക്കുന്നു. ഞങ്ങൾക്ക് കഴിയുമെന്ന് വീമ്പടിച്ചവർ പീഡാനുഭവ രംഗത്ത് പരാജിതരായി. നാമും ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തരല്ല. ശിഷ്യത്വത്തിന് ചേർന്ന വില കൊടുക്കുവാനോ വിശ്വസ്തത പാലിക്കുവാനോ കഴിയാതെ പോകുന്നു. നമ്മുടെ ശിഷ്യത്വ നിർവഹണം ഏതു വിധത്തിലായിരിക്കണമെന്ന് നാം തന്നെ ചിന്തിക്കണം. ശുശ്രൂഷ മനോഭാവം വളരേണ്ടിയിരിക്കുന്നു. ശുശ്രൂഷയുടെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും മാതൃക ഉയർത്തിക്കാട്ടിയ പെസഹ പെരുന്നാൾ മുതൽ അനശ്വരതയുടെ അടയാളം തെളിയിച്ച ഉയർപ്പ് നാൾ വരെ തൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിലൂടെ പുതിയ ഒരർത്ഥവും അന്തസ്സും മാനവ ജീവിതത്തിന് യേശു തമ്പുരാൻ അവിടെ നൽകുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനോട് ചേർന്നിരിപ്പാനും അവൻ്റെ നിയോഗത്തെ നിറവേറ്റുവാനും നമ്മൾ തെളിമയുള്ള കാഴ്ചയുള്ളവരായി കർത്താവിൻ്റെ ശിഷ്യത്വത്തിന് വില നൽകുന്ന ഉൾക്കാഴ്ചയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ, നമ്മുടെ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.